ഹലോ എവരി വൺ, വെൽക്കം. അപ്പം നമ്മൾ ഡെയിലി മോർണിംഗ് ഈ ഒരു സമയത്ത് എണീറ്റ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ചെയ്ത പോലെ തന്നെ ഇന്ന് മൂന്നാമത്തെ ദിവസം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പസമയം നമ്മൾ മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളതാണ്. അപ്പം കഴിഞ്ഞ 2 ദിവസത്തെ മെഡിറ്റേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് മെയിനായിട്ട് നമ്മളെ ബ്രീത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ ഇടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? നമ്മളെ ബോഡി മുഴുവനായിട്ട് നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇന്ന് മൂന്നാമത്തെ ഡേയിലാണുള്ളത്. മൂന്നാമത്തെ ഡേയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ടോപ്പിക് എന്നുള്ളത് സിമ്പിളായിട്ട് നമുക്കുള്ളിൽ നിന്നും എങ്ങനെ നമ്മൾ മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടാവും. അപ്പം അതിനൊന്ന് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യുക, അതിനെ നമ്മളൊന്നും കൂടി ഒന്ന് റീകണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം ജസ്റ്റ് എൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഇങ്ങനെ പോയാൽ മാത്രം മതി. ഞാൻ പറയുന്ന കാര്യങ്ങളിലൂടെ ഇങ്ങനെ നിങ്ങളെ മനസ്സിനെ കൊണ്ടുപോയാൽ മാത്രം മതി എന്നുള്ളതാണ്. ഓക്കെ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ബിഗിൻ. മാക്സിമം റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇരിക്കാം. നിങ്ങളെ കൈ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വെക്കാം. വെരി ഗുഡ്. ആൻഡ് സ്ലോലി ജസ്റ്റ് ഒബ്സർവ് യുവർ ബ്രീത്ത്. നിങ്ങൾ ബ്രീത്തിനെ ഒബ്സർവ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ താളത്തിൽ നിങ്ങളൊരു വ്യത്യാസം വരുത്തുകയോ ഒന്നും ചെയ്യാതെ ജസ്റ്റ് ആ ബ്രീത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്യുക. വെരി ഗുഡ്. നമ്മളെ ബ്രീത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഉള്ളിലെ ഇമോഷൻസിനനുസരിച്ച് ബ്രീത്തിൻ്റെ താളം അത് മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ പേടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു തരത്തിലായിരിക്കും ബ്രീത്ത് ചെയ്യുക. നമ്മൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ബ്രീത്തിൻ്റെ താളം മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് ഒരു കാര്യത്തിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ ബ്രീത്തിൻ്റെ താളം മാറിയിട്ടുണ്ടാവും. നമ്മൾ ഭയങ്കര ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രീത്തിൻ്റെ താളം മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒബ്സർവ് നിങ്ങൾ ബ്രീത്ത് അത് ഉള്ളിലേക്ക് കടക്കുന്നതും പുറത്തേക്ക് പോകുന്നതും ഫീൽ ചെയ്യുക. ഇമാജിൻ നിങ്ങൾ ഓരോ ബ്രീത്ത് എടുക്കുന്ന സമയത്തും നിങ്ങൾക്കുള്ളിലേക്ക് ഒരു സ്വർണ്ണ പ്രകാശം കയറി നിങ്ങളെ ശരീരമാകെ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ സ്വർണ്ണ പ്രകാശം സഹായിക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഓരോ ബ്രീത്തിലും നിങ്ങൾക്കുള്ളിലേക്ക് ഒരു സ്വർണ്ണ പ്രകാശം വന്ന് നിറയുകയും അതിലൂടെ നിങ്ങളെ കാൽ വിരൽ മുതൽ നിങ്ങളുടെ തലയുടെ മുകൾ ഭാഗം വരെ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഭാഗം ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫീൽ ഇറ്റ്. നിങ്ങൾക്കത് കറക്റ്റ് അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓരോ ശ്വാസം എടുക്കുന്ന സമയത്തും നിങ്ങളെ കാലും
കാൽമുട്ടും നിങ്ങളെ അരയുടെ ഭാഗവും റിലാക്സ്ഡ് ആവുന്നതും, ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങളെ കൈകൾ, നിങ്ങളെ ഷോൾഡർ, ശരീരത്തിലെ മുഴുവൻ മസിൽസും ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്. And slowly take a moment to think. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും അലട്ടുന്ന ഒരു ചിന്ത, ഒരു ഇൻസിഡൻറ്റ്, ഒരു സിറ്റുവേഷൻ, ഒരു ഫിയർ എന്തുവാകാം. അത് നിങ്ങൾക്ക് പതിയെ നിങ്ങളെ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം. വെരി ഗുഡ്. Give a color for that emotion, that incident. ഒരു ബ്ലാക്ക് ഓർ ഡാർക്ക് ബ്ലൂ, എനിത്തിങ്, ഡാർക്ക് റെഡ്, നിങ്ങളേതായിട്ടുള്ള ഭാവനയിൽ വരുന്ന ഒരു കളർ നിങ്ങൾക്ക് ആ ഒരു ഇൻസിഡൻറ്റിന് കൊടുക്കാം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഒരു റൗണ്ട് ഷേപ്പിൽ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടു പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ഇമോഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് കാണും. ആൻഡ് ഫീൽ ഇറ്റ് ദാറ്റ് വെയിറ്റ്, അതിൻ്റെ ഒരു ഭാരം നിങ്ങൾക്ക് നിങ്ങളെ ചെസ്റ്റിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ആ ഒരു ഭാരം നിങ്ങളെ ചെസ്റ്റിൽ ഫീൽ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ബാഡായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കെ തന്നെ ഒരു മൊമെൻറ്റിലേക്ക് ജസ്റ്റ് തിങ്ക്, ഈ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ഉള്ളിൽ നിന്നും എടുത്തു കളയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും, എൻ്റെ ചിന്തകളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും, ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും, എൻ്റെ ലൈഫ് എത്രത്തോളം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. വെരി ഗുഡ്. ആൻഡ് സ്ലോലി ഫോക്കസ് ഓൺ ദാറ്റ് ഇമോഷൻ. നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു കളർ ബ്ലാക്ക് കളർ ആണെങ്കിൽ ബ്ലാക്ക് കളർ, അത് നിങ്ങളെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. ആൻഡ് നൗ ഇറ്റ്സ് എ ടൈം ടു റിലീസ് ഇറ്റ്. നമ്മൾ അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത, നിങ്ങളുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ബാഡായിട്ടുള്ള ആ ഒരു ചിന്ത, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഇൻസിഡൻറ്റ്, യു ആർ ജസ്റ്റ് ടേക്ക് ഇറ്റ് ഔട്ട്. നമ്മളത് പുറത്തേക്ക് എടുക്കുകയാണ്. ത്രൂ യുവർ ബ്രീത്ത്, നിങ്ങളെ ശ്വാസത്തിലൂടെ നമ്മളത് എന്ത് ചെയ്യാണ്, പുറത്തേക്ക് എടുക്കുകയാണ്. ഫോർ ദാറ്റ് നിങ്ങളെ ഓരോ ബ്രീത്ത് നിങ്ങൾ റിലീസ് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് നിന്നും ആ ഒരു കളർ, ആ ഒരു ഇമോഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ബ്രീത്തിലൂടെ, ശ്വാസത്തിലൂടെ പുറത്തേക്ക് വന്ന് നിങ്ങളെ കയ്യിൽ, ജസ്റ്റ് ഫീൽ ഇറ്റ്, നിങ്ങളെ കയ്യിൽ അത് സ്റ്റോർ ആവുന്നുണ്ട്.
Store it in your hand. Very good. Just take a deep 3 breath. ആ ഒരു 3 ശ്വാസത്തിൽ തന്നെ ആ ഒരു ഇമോഷൻ, ആ ഒരു ഇൻസിഡൻറ്റ്, നെഗറ്റീവായിട്ടുള്ള ആ ഒരു ചിന്ത കംപ്ലീറ്റ് ആയിട്ട് അത് നിങ്ങളെ കയ്യിലെത്തുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ and breathe out and release that emotion. Once again, take a deep breath in. Breathe out and release that emotion in your hand. ആ ഒരു ഇമോഷൻ നിങ്ങളെ കയ്യിലേക്ക് എത്തിക്കാം. And last one time, do it yourself. Very good. Very good. Now you can see that നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ആ ഒരു ഇമോഷൻ, നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കയ്യിൽ എന്തായിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ആ ഒരു ബോളിൻ്റെ ഷേപ്പിൽ നിങ്ങളെ കയ്യിൽ നിൽക്കുന്നുണ്ട്. അത് നിങ്ങളെ കൈക്കൊരു ചെറിയൊരു ഹെവിനെസ്, ചെറിയൊരു വെയിറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടുണ്ട്. ആൻഡ് ഫീൽ ദാറ്റ് ഈസിനെസ്. നിങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഗത്ത് ആ ഒരു ഈസിനെസ്, ആ ഒരു ടഫായിട്ടുള്ളൊരു മൊമെൻ്റ് പോയ സമയത്തുള്ള ഒരു ഈസിനെസ്സും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്. ഇറ്റ് ഈസ് ദ ടൈം ടു കംപ്ലീറ്റ്ലി റിലീസ് ദാറ്റ് ഇമോഷൻ ഇൻ ടു ദ സോഴ്സ്. ഇനി നിങ്ങളെ കയ്യിലുള്ള ആ ഒരു ഇമോഷൻ ഏത് ഇൻസിഡൻറ്റിലാണോ, ഏത് പേഴ്സണായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണോ, ഏത് സിറ്റുവേഷനാണോ, ആ സിറ്റുവേഷനിലേക്ക് തിരിച്ച് നിങ്ങൾ ത്രോ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അതിനെന്ത് ചെയ്യാം, റിലീസ് ചെയ്യാം. റിലീസ് ദാറ്റ് ഇൻ ടു ദാറ്റ് പേഴ്സൺ ഓർ സിറ്റുവേഷൻ ഓർ എനി ഇൻസിഡൻറ്റ്. അതിനെ തിരിച്ച് നിങ്ങൾക്ക് എവിടെ നിന്നാണോ ആ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്, ആ ഒരു ചിന്തകളുടെ തുടക്കം എവിടെയായിരുന്നു, അവിടേക്ക് തന്നെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാം. നിങ്ങൾ കയ്യിൽ നിന്നും ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ ത്രോ ചെയ്യുന്നതായിട്ട്, അവരിലേക്ക് തിരിച്ചു കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ആൻഡ് ജസ്റ്റ് സേ, ഈ ഒരു ഇമോഷൻ എനിക്ക് ആവശ്യമില്ല, ഈ ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ്റെ ചിന്തകൾ എൻ്റെ ഉള്ളിൽ എനിക്ക് ആവശ്യമില്ല. പ്ലീസ് ടേക്ക് ഇറ്റ് ബാക്ക്. ഇത് നിങ്ങൾ തിരിച്ചെടുത്തോളൂ. വെരി ഗുഡ്. സേ ദാറ്റ് പേഴ്സൺ, ആ പേഴ്സണായിട്ട് അല്ലെങ്കിൽ ആ സിറ്റുവേഷനായിട്ട് ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോർഗീവ്നെസ് തരുന്നു. ഐ ഫോർഗീവ് യു കംപ്ലീറ്റ്ലി ആൻഡ് ഐ ആസ്ക് ഫോർഗീവ്നെസ്. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഐ ആസ്ക് ഫോർഗീവ്നെസ്. വെരി ഗുഡ്. ആൻഡ് സ്ലോലി ഫോക്കസ് ഓൺ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിച്ചത് നിങ്ങളെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഇനി ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു അംശം പോലും ബാക്കിയുണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കി കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഒരു സ്വർണപ്രകാശം, ഒരു ദൈവിക പ്രകാശം, ഒരു ഡിവൈൻ ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണാം. നിങ്ങളെ ഹൃദയത്തിൻ്റെ ഭാഗം ഉൾപ്പെടെ നിങ്ങളെ ശരീരം മുഴുവൻ ഒരു ഗോൾഡൻ ലൈറ്റ് സ്പ്രെഡ് ചെയ്തു പോകുന്നതായിട്ട് കാണാം. വെരി ഗുഡ്.
ആൻഡ് സ്ലോലി നമുക്ക് തിരിച്ചു വരാം. ഫോക്കസ് ഓൺ യുവർ ബ്രീത്ത്. Take a deep breath in, breathe out slowly. Take a deep breath in. Once again, breathe out slowly. Take a deep breath in. And വലിയൊരു ഭാരം ഇറക്കി വെച്ച് ഫുള്ളി എനർജൈസ്ഡ് ആയിട്ടുള്ളൊരു രൂപത്തിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തിരിച്ചു വരാം. വെരി ഗുഡ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ നമുക്കുള്ളിൽ ബാഡായിട്ട് പല ഇൻസിഡൻസിലൂടെ, നമ്മൾ ഓരോ ദിവസവും പല പല ഇൻസിഡൻസിലൂടെ കടന്നു പോകുന്ന ആളുകളാണല്ലേ. പല സിറ്റുവേഷനും നമ്മളെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പലതും നമുക്കുള്ളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാവും. അത് നമ്മളെ പല രീതിയിലുള്ള താളം തെറ്റിക്കുന്നുണ്ടാവും. അപ്പം അതിനൊന്ന് റിലീസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്നത്തെ മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആ ഒരു ഇമോഷനെ എവിടെ നിന്നാണോ അത് വന്നിട്ടുള്ളത്, ഏതെങ്കിലും പേഴ്സൺ ആയിട്ടാണെങ്കിൽ പേഴ്സൺ, അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ സിറ്റുവേഷൻ, അത് നമ്മൾ തിരിച്ച് ആ ഒരു സിറ്റുവേഷനിലേക്ക് തന്നെ കൊടുത്ത് നമ്മൾ അവിടെ ഒന്ന് ഫ്രീ ആയ രീതിയിലാണ് എന്ത് ഇന്നത്തെ മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹോപ്പ് യു ആർ എൻജോയ്ഡ് ആൻഡ് നിങ്ങൾക്കത് വർത്ത് ആയിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് നിങ്ങൾക്കത് എന്ത് ചെയ്യാം, ഇതിൻ്റെ റെക്കോർഡിങ്സ് നമ്മൾ യൂട്യൂബിൽ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് എഗെയിൻ എവിടെയെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വാച്ച് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നാളത്തെ ഡേ നമുക്ക് മറ്റൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആയിട്ട്, കുറച്ചും കൂടി നമ്മളെ സെൽഫിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മെഡിറ്റേഷനായിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.